റീസെറ്റ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബോംബ് കൈവശമുള്ള യാത്രക്കാരനാണെന്ന് കരുതി ജിയാങ് സംഘവും ബസ്സിനുള്ളിലെ ഒരു യാത്രക്കാരനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്ഫോടനം നടക്കുന്നു. പാലത്തിന്റെ മറുവശത്ത് നിൽപ്പുണ്ടായിരുന്ന ചീഫ് ശബ്ദം കേട്ട് വയർലെസ്സിലൂടെ അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറുപടിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷനായി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. സ്ഫോടനം നടക്കുന്നത് പാലത്തിൽ നിൽക്കായിരുന്ന ലിഷിയും യുവിനും കാണുന്നു. പോലീസിന് ഇത്തവണയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഞാൻ തനിച്ച് പോലീസിൽ കീഴടങ്ങിക്കോളാം, നീ പൊയ്ക്കോളാൻ അവൾ അവനോട് പറയുന്നു. നീ അവരോട് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഇതെല്ലാം തുടങ്ങിയത് ഞാൻ കാരണമല്ലേ, നമ്മൾ രണ്ടുപേരും കൂടി വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, എന്ത് സംഭവിച്ചാലും നേരിടാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഫോൺ ഓണാക്കുന്നു. അവൻ തടയാൻ ചെന്നപ്പോഴേക്കും അതിൽ കോൾ വന്നു കഴിഞ്ഞിരുന്നു. അവൾ നിൽക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പാർക്കിന്റെ ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കോൾ വയ്ക്കുന്നു. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് കൂടി ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചവൻ ദേഷ്യപ്പെട്ടപ്പോൾ എന്തായാലും അവർ എന്നെ അന്വേഷിച്ചെത്തും, ഞാൻ അവരെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ നിന്നോട് ആലോചിക്കുന്നതിൽ എന്താണ് അർത്ഥം, നീ പറയുന്നത് പോലെ ഇത് അവസാനത്തെ ലൂപ്പാണെങ്കിൽ എന്റെ പ്രവൃത്തികളുടെ ഫലം ഞാൻ അനുഭവിച്ചുകൊള്ളാം എന്ന് അവളും പറയുന്നു. രണ്ടുപേരും തമ്മിൽ പിന്നെ കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നുണ്ട്. എന്റെ പിറകെ വന്ന് വെറുതെ പോലീസിന് സംശയം ഉണ്ടാക്കേണ്ട, കുറെ സമയം ഇവിടെ നിന്ന ശേഷം നീ പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവസാനം പോകാൻ തുടങ്ങുന്നു. നിന്റെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് തന്നിട്ട് പോകാൻ പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ആദ്യം അവൾ പറയാൻ തയ്യാറായില്ലെങ്കിലും അവൻ വീണ്ടും ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ ഒരു തവണ സ്പീഡിൽ ഒന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് നടക്കുന്നു. സ്പീഡിലാണ് പറഞ്ഞതെങ്കിലും നമ്പർ അപ്പോൾ തന്നെ അവൻ ഫോണിലേക്ക് സേവ് ചെയ്യുന്നു. അവൾ പാർക്കിന്റെ ഫ്രണ്ട് ഗേറ്റിനടുത്ത് പോയി പോലീസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ടെൻഷൻ കൊണ്ട് ഇടയ്ക്ക് അറിയാതെ അവിടെ കുത്തിയിരിക്കുന്നുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് എത്തി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹെയിൻ കുറച്ച് ദൂരെ നിന്ന് അത് കണ്ടതല്ലാതെ അടുത്തേക്ക് പോകുന്നില്ല. നല്ല ടെൻഷനിലാണ് ലിഷി വണ്ടിക്കുള്ളിരുന്നത്. ഇത്തവണ അവളെ കൊണ്ടുപോകാൻ ചീഫും ജിയാങ്ങും ഒന്നും എത്തിയിരുന്നില്ല. വണ്ടിയിലിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഓഫീസർക്ക് കോൾ വന്നതിൽ നിന്ന് ഏതോ പോലീസ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നവൾക്ക് മനസ്സിലാകുന്നു. പക്ഷെ ആർക്കാണ് അപകടം സംഭവിച്ചതെന്ന് അവൾ അറിയുന്നില്ല. അവൾ പോയ ശേഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഹെയിൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവളെ തനിച്ചുവിട്ടതിൽ അവന് ശരിക്കും കുറ്റബോധമുണ്ട്. അവന്റെ കൊളീഗ് ഈ സമയം അവനെ വിളിച്ച് മീറ്റിംഗിന് ലേറ്റ് ആവുന്നതിന് വഴക്ക് പറയുന്നു. ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് റോഡ് ബ്ലോക്കാണ്, എത്തിച്ചേരാൻ കഴിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ ടാക്സി വിളിച്ച് മറ്റേതെങ്കിലും വഴിയിലൂടെ എത്താൻ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. അവന്റെ പേ സൈക്കിൾ എടുത്ത് അവിടേക്ക് പുറപ്പെടുന്നു. ലിഷിയെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു. ഇത്തവണ ഒന്നും മറച്ചു വെക്കാതെ അവൾ ആദ്യം തന്നെ ലൂപ്പിന്റെ കാര്യം പറയുന്നു. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ CCTVയും മറ്റും ഓഫീസർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവൾ ഇറങ്ങിയ അതേ സ്റ്റോപ്പിൽ ഇറങ്ങിയ ഹെയിനെ അവർ നോട്ട് ചെയ്ത് അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഓർഡർ നൽകുന്നു. ഹെയിൻ ഈ സമയം മീറ്റിംഗിന് പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവിടെ നിന്ന് ഫ്രണ്ടിനെ വിളിച്ചതല്ലാതെ അകത്തേക്ക് കയറി ചെല്ലുന്നില്ല. പക്ഷെ ഫ്രണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അയാൾക്കൊപ്പം പോകാൻ തയ്യാറാകാതെ അവൻ തിരികെ പോകുന്നു. ലിഷിയെ തനിച്ച് പോലീസിനൊപ്പം വിട്ടത് അവന്റെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ അപകടത്തിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുന്നതുമൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന അവൻ ലാപ്ടോപ്പിൽ അപകടത്തെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നു. ആ സമയത്ത് ജിയാങ് അപകടത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ന്യൂസും അവൻ കാണുന്നു. ജിയാങ്ങിന്റെ അപകട മരണം ചീഫിനെ വല്ലാതെ തളർത്തിയിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് അദ്ദേഹം തിരികെ എത്തിയപ്പോൾ ലിഷിയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഓഫീസർ അദ്ദേഹത്തെ അറിയിക്കുന്നു. അവൾ ലൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള വിവരങ്ങളൊന്നും അവളിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ലൂപ്പിൽ വെച്ച് അവൾ നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്തവണ നിങ്ങളെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് 2-3 തവണ ചോദിച്ചിരുന്നു എന്ന് ഓഫീസർ അദ്ദേഹത്തെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അവൾ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയാണ് തങ്ങളെ പരിചയം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മുമ്പത്തെ 2 ലൂപ്പുകളിൽ വെച്ച് അവരെ കണ്ടിട്ടുള്ള വിവരം അവൾ അദ്ദേഹത്തോട് പറയുന്നു. ആ സമയത്ത് എന്നെ ചോദ്യം ചെയ്തത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഇത്തവണ നിങ്ങളെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചെന്ന് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് എന്ന് അവൾ പറയുന്നു. ഓഫീസർ ജിയാങ് എവിടെയെന്നും അവൾ അന്വേഷിക്കുന്നുണ്ട്. അപകടത്തിൽ അവൻ കൊല്ലപ്പെട്ട വിവരം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കോൾ ചെയ്ത് അദ്ദേഹത്തെ അപകടത്തിലേക്ക് വലിച്ചഴിച്ചത് എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് സോറി പറയുന്നു. ആളുകൾക്ക് ആപത്തുണ്ടാക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളെക്കുറിച്ച് അറിവ് കിട്ടിയാൽ അത് പോലീസിനെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതിൽ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിയായ രീതിയിൽ ഉത്തരം നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. വിവരം റിപ്പോർട്ട് ചെയ്ത ശേഷം അവൾ ഉടനെ ഫോൺ ഓഫാക്കിയത് എന്തിനാണ് എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. നിങ്ങൾ വീണ്ടും എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഓരോന്ന് ചോദിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് അപകടം തടയാൻ വേണ്ടത് ചെയ്തു തുടങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് അവൾ പറയുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ എന്തൊക്കെയോ പറയുന്നതായി വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അത് തനിയെ സംസാരിച്ചതാണോ മറ്റാരോടെങ്കിലും പറഞ്ഞതാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയുന്നില്ല. അവളെ ഓർമ്മപ്പെടുത്താനെന്നോണം ബസ്സിൽ നിന്നിറങ്ങുന്ന വീഡിയോ അവളെ കാണിച്ചിട്ട് അവളുടെ കൂടെ ഇറങ്ങിയ അവരെ പരിചയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. അതേസമയത്ത് ചീഫിന്റെ മുന്നിലിരിക്കായിരുന്ന അവളുടെ ഫോണിലേക്ക് ഹെയിന്റെ കോൾ വരുന്നു. അദ്ദേഹം അത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നു. ഹെയിനാണ് വിളിച്ചത്. അവന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്തതിനാൽ ആദ്യം അവൾ ആരാണെന്ന് ചോദിക്കുന്നു. അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയതല്ലേ,
പിന്നെ നീ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ച് അവൾ കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ചീഫ് കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും അവൾ ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെയാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. മുമ്പ് അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്ത് ലൂപ്പ് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ലൂപ്പ് അവസാനിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്തത്. അവരുടെ സംസാരത്തിൽ ചീഫിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവൻ്റെ ഫോണിലേക്ക് അവർ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല വേഗം ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടോ പുറപ്പെടുകയും ചെയ്യുന്നു. ലിഷിയെ പാർക്കിന് മുന്നിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പാർക്കിൽ നിന്ന് അവൻ പുറത്തേക്ക് ഓടുന്ന വീഡിയോ അവർ ഇതിനകം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കോൾ വന്ന നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഓണറും അവൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതോടെ അവനെ പരിചയമില്ല എന്ന് അവൾ പറഞ്ഞത് കള്ളമാണെന്ന് ചീഫിനും മനസ്സിലാകുന്നു. അവനെ ബേസ് ചെയ്ത് അവർ വീണ്ടും അന്വേഷണം തുടങ്ങുന്നു. അവൻ ഈ സമയം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നിന്നിരുന്ന സ്ഥലത്തിനടുത്ത് എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അവന്റെ കോൾ ട്രേസ് ചെയ്ത് അവൻ വിളിച്ച സ്ഥലത്ത് ചീഫ് എത്തുന്നു. അവൻ ഇതിനകം ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടെത്തി സ്ലീപ്പിംഗ് പിൽസ് അന്വേഷിക്കുന്നു. പക്ഷെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്ലീപ്പിംഗ് പിൽസ് നൽകാൻ കഴിയില്ല എന്നവർ അറിയിക്കുന്നു. ഉറങ്ങാൻ സഹായിക്കുന്ന മെലറ്റോണിൻ ടാബ്ലറ്റ് അവർ അവന് എടുത്തു കൊടുക്കുന്നു. കഴിച്ചോടനെ ഉറങ്ങിയില്ലെങ്കിലും അരമണിക്കൂറിൽ എഫക്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അവർ അത് നൽകിയത്. പേയ്മെന്റ് നൽകാനായി അവനെ അവിടെ വെച്ച് ഫോൺ ഓണാക്കേണ്ടി വരുന്നു. അവൻ നിന്ന കഫേയുടെ ഉടമയോട് ചീഫ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയം അവന്റെ ഫോൺ അപ്പോഴും അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നതിനാൽ അവൻ ഓണാക്കിയത് അവർ അപ്പോൾ തന്നെ അറിയുന്നു. അവർ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ആദ്യം പണം നൽകാതെ അവൻ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെന്റ് നൽകി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കടയുടമ ശ്രദ്ധിക്കുന്നു. റോഡിന് എതിർവശത്തുള്ള ഷോപ്പിലേക്കായിരുന്നു അവൻ പോയത്. അവിടെ നിന്ന് വീര്യം കൂടിയ വൈൻ അവൻ വാങ്ങുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ചീഫും സംഘവും മെഡിക്കൽ ഷോപ്പിലെത്തുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ എതിർവശത്തെ ഷോപ്പിലേക്ക് പോയ വിവരം അവർ പറയുന്നു. അവിടെ ചെന്ന് അവൻ എന്താണ് വാങ്ങിയത് എന്നൊക്കെ അവർ അന്വേഷിക്കുന്നു. അവനെപ്പോഴേക്കും ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിരുന്ന് ആ മരുന്നെല്ലാം കഴിച്ചിട്ട് വൈനും കുടിക്കുന്നു. ഉറങ്ങുന്ന കാര്യം എന്തിനാണ് കോൾ ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് എന്ന് സുപ്പീരിയർ ഇതിനകം ലിഷിയോട് ചോദിച്ചിരുന്നു. ഓരോ തവണ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഞങ്ങൾക്കെല്ലാം വീണ്ടും ആരംഭിക്കുകയാണ്, അതുകൊണ്ടായിരിക്കണം അവൻ അങ്ങനെ പറഞ്ഞത്. ഇത്തവണ ഓഫീസർ ജിയാങ്ങിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എൻ്റെ തെറ്റാണ്. അവൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ തനിച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ വട്ടുപിടിച്ചേനെ. അവൻ കൂടെയുള്ളത് ഒരു ആശ്വാസമാണെന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. അവൻ ഇതിനകം മയക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ അപ്പോഴും കിട്ടാത്തതിനാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ തയ്യാറെടുക്കാൻ സുപ്പീരിയർ നിർദ്ദേശിക്കുന്നു. അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവളും ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ചീഫ് സംഘവും കുറെ അന്വേഷിച്ച് അവസാനം മയക്കത്തിലേക്ക് വീണ് തുടങ്ങിയിരുന്ന അവനെ കണ്ടെത്തുന്നു. അദ്ദേഹം അടുത്തേക്ക് ചെന്നിരുന്ന് വിളിച്ചപ്പോൾ അവൻ ചെറുതായി ഉണർന്ന് അവരെ കാണുന്നു. എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ താല്പര്യമില്ല, വീണ്ടും മുറിക്കുള്ളിലിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെ പാതിബോധത്തിൽ അവരോട് പറയുന്നു. ഓഫീസർ ഇയാൻ കൊല്ലപ്പെടുന്നതിന്റെ വിഷമവും അവൻ പറയുന്നുണ്ട്. എല്ലാം കൂടി കേട്ടപ്പോൾ അവൻ എന്തൊക്കെയോ അറിയാം എന്ന് മനസ്സിലായ അവർ അവനെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ ജിയാങ്ങിനെ കുറിച്ചുള്ള ഓർമ്മകൾ ചീഫിന്റെ കണ്ണ് നനയ്ക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഹെയിൻ ശരിക്കും ഉറക്കത്തിലേക്ക് വീഴുന്നു. പക്ഷെ അടുത്ത ലൂപ്പിൽ ഉണരുന്നതിന് പകരം അവൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ ലിഷി വിളിക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് അടുത്ത ലൂപ്പിൽ ഉണ്ടെന്നതായി അവൻ മനസ്സിലാകുന്നത്. നേരത്തെ ചിന്തിച്ചതുപോലെ ഉറങ്ങുമ്പോൾ ശരിക്കും ലൂപ്പ് അവസാനിപ്പിക്കാൻ കഴിയും എന്നവർക്ക് ഇപ്പോൾ ബോധ്യമാകുന്നു. അവൾ അപ്പോഴും കാര്യമായി ഒന്നും സംസാരിക്കാതിരിക്കുന്നത് കണ്ട് നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നവൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം, ഞാൻ കാരണം ഓഫീസർ ജിയാങ് കഴിഞ്ഞ ലൂപ്പിൽ കൊല്ലപ്പെട്ടു എന്നവൾ പറയുന്നു. മുമ്പോടെ തനിച്ചാക്കി പോയതിനെ അവൻ സോറി പറയുന്നു. ഇനി പോലീസിനെ വിളിക്കുമ്പോൾ സൂക്ഷിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ക്രിമിനൽ ആരായാലും അവർ ഭയങ്കര അലർട്ടാണ് എന്ന് അവൻ പറയുന്നു. ഇനി ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നീ പറഞ്ഞതുപോലെ ഞാൻ തനിച്ചാദ്യം എന്തെങ്കിലും വിവരം കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വെറുതെ പോലീസിനെ ബലി കൊടുക്കുന്നത് ശരിയല്ല എന്നവൾ പറയുന്നു. നേരത്തെ പുലിവാല് പിടിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ ഒഴിഞ്ഞു മാറിപ്പോയത് കൊണ്ട് അവനോട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അവൾ ഒതുങ്ങിയിരുന്നു കൊടുക്കുന്നുമുണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം, നമ്മൾ പാർട്ട്നേഴ്സാണ് എന്നവൻ അവളോട് പറയുന്നു. അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിലെത്തുന്നു. അവർക്ക് സംശയമുള്ള ആ പയ്യൻ അവിടെ നിന്ന് ബസ്സിലേക്ക് കയറുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അവൻ വാതിക്കൽ തട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ ബാഗിൽ മുറുകെ പിടിക്കുന്നു. അവൻ പുറകിലെ സീറ്റിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബാഗ് പരിശോധിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ലിഷി ആദ്യം തന്നെ എഴുന്നേറ്റ് അവൻ്റെ സീറ്റിനടുത്തേക്ക് ചെന്നിരിക്കുന്നു. ഹെയിനോട് എഴുന്നേറ്റ് വരാൻ അവൾ ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും കുറെ കഴിഞ്ഞാണ് അവൻ എഴുന്നേറ്റ് ചെന്നത്. അപ്പോഴും അവിടെ അടുത്തുള്ള ഒരു സീറ്റിൽ ചെന്നിരുന്നല്ലാതെ അവനൊന്നും പറയുന്നില്ല. അവസാനം അവൾക്ക് തന്നെ സംസാരിക്കേണ്ടി വരുന്നു. ലവേഴ്സായി അവർ തമ്മിൽ വഴക്കിടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാണ് അവളുടെ ഉദ്ദേശം. പക്ഷെ അവൻ സംശയിച്ച് പുറകിലേക്ക് നിൽക്കുകയാണ്. അവനോട് അടുത്ത സീറ്റിൽ വന്നിരിക്കാൻ അവൾ ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവൻ പിന്നെയും പതുങ്ങി നിൽക്കുന്നു. അവസാനം അവൾക്ക് തന്നെ കുറച്ചുകൂടി ആക്റ്റീവ് ആകേണ്ടി വരുന്നു. അവൾ കുറെ ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അവൻ മുന്നോട്ട് ചെന്ന് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ബഹളം കെട്ടി യാത്രക്കാരെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാകാതെ ബസ്സിൽ നിന്ന് ഇറങ്ങാനായി ഡോറിനടുത്തേക്ക് ഓടുന്നു. പുറകെ ചെന്ന് അവർ തമ്മിൽ പിടിവിൽ നടക്കുന്നിടയിൽ നേരത്തെ കേട്ട റിംഗ് ടോൺ കേൾക്കുകയും ബസ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അടുത്ത ലൂപ്പിൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ലൂപ്പിൽ നീ ഒരുപാട് സമയം വേസ്റ്റാക്കി എന്ന് പറഞ്ഞ് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നു. അവൻ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി കുറെ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ആളുകളോട് തർക്കിച്ച് നേടിയെടുക്കാൻ കഴിയില്ല എന്ന അവസാനം അവൻ സമ്മതിക്കുന്നു.
പാർക്കിൽ വെച്ച് എന്നോട് തർക്കിച്ചപ്പോൾ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. എന്തായാലും അടുത്ത തവണ അവൻ കയറി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവനെ കൺട്രോളിലാക്കി ബാഗ് പരിശോധിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം എന്ന് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നു. അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിലെത്തി അവൻ ബസ്സിൽ കയറുന്നു. മുമ്പത്തെ പോലെ തന്നെ കാൽ തട്ടി വീഴാൻ തുടങ്ങുന്നുണ്ട്. പുറകിലെ സീറ്റിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് അവർ കാണുന്നു. ഈ സമയത്ത് അവൻ ഇതിനൊക്കെയുള്ള മൂടുണ്ടോ എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ ഹെയിൻ ചിന്തിച്ചത് മറ്റൊരു വഴിക്കാണ്. ഇതുതന്നെ അവനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗമായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവൻ വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നീ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ച് അവനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ മുമ്പത്തെ പോലെ തന്നെ ഹെയിനെ തള്ളി എറിഞ്ഞിട്ട് ഡോറിനടുത്തേക്ക് ഓടുന്നു. അവർ രണ്ടുപേരും കൂടി പുറകെ ചെന്ന് അവനെ പിടിച്ചു നിർത്തി അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ബസ് സിഗ്നലിലെത്തുന്നു. ലിഷി വേഗം ഡ്രൈവറിൻ്റെ അടുത്തേക്ക് ചെന്ന് മുന്നറിയിപ്പ് നൽകി ആക്സിഡന്റ് ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹെയിനും ആ പയ്യനും തമ്മിൽ അപ്പോഴും പിടിവലി നടക്കുകയാണ്. അതിനിടയിൽ ആ പയ്യന് ആസ്മ കൂടി അവൻ താഴേക്ക് വീഴുന്നു. ബാഗിൽ മരുന്ന് സ്റ്റോക്കുള്ള മുത്തശ്ശിയോട് ആസ്മയുടെ മരുന്നുണ്ടോ എന്ന് ലിഷി ചോദിച്ചെങ്കിലും അവരുടെ കൈവശം അത് ഉണ്ടായിരുന്നില്ല. അവന്റെ ബാഗിൽ മരുന്നുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞതനുസരിച്ച് അവൾ ബാഗ് പിടിച്ചു വാങ്ങാൻ തുടങ്ങിയെങ്കിലും അപ്പോഴും അവനത് നൽകുന്നില്ല. ബസ്സിലെ ബഹളം കാരണം ഡ്രൈവർ വണ്ടി ഒരു സൈഡിൽ ഒതുക്കുന്നു. 2-3 പേർ ചേർന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ബാഗിലേക്ക് കൈയിടുന്നുണ്ട്. ആ സമയത്ത് ബസ് പൊട്ടിത്തെറിക്കുന്നു. അടുത്ത തവണ ഉടർന്നപ്പോൾ അവൻ അസുഖം അഭിനയിച്ചതായിരിക്കുമോ എന്ന സംശയം ഹെയിനുണ്ടാകുന്നു. അതിന് സാധ്യതയില്ല, അത്രയും സമയമൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവൻ ബാഗ് മുറുകെ പിടിച്ചിരിക്കുന്ന രീതി ശരിക്കും സംശയം ഉണ്ടാക്കുന്നതാണ്. സുഖമില്ലാതെ വന്നിട്ട് മരുന്നെടുക്കാൻ പോലും അത് തുറക്കാൻ അവൻ തയ്യാറില്ല. എങ്ങനെയെങ്കിലും അതിനുള്ളിൽ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് അവളും പറയുന്നു. അവനെ ബസ്സിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ തടഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ഐഡിയ ആണ് എന്ന് അവൾക്കും തോന്നുന്നു. അങ്ങനെ ബസ് നിർത്തുന്നതിന് മുമ്പ് വാതിലിനടുത്തായി രണ്ടുപേരും നിൽക്കുന്നു. ലിഷി നിന്നിരുന്ന ഫ്രണ്ടിലെ ഡോറിൽ കൂടിയാണ് അവൻ കയറാൻ ശ്രമിച്ചത്. പക്ഷെ അവനെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ അവൾ കുറേ സമയം അവിടെ നിന്ന് നമ്പർ ഇടുന്നു. അപ്പോഴേക്കും പുറകിലെ ഡോറിൽ കൂടി ഇറങ്ങി വന്ന ഹെയിൻ വണ്ടിയിലേക്ക് കയറാൻ അനുവദിക്കാതെ അവനെ പിടിച്ചു നിർത്തുന്നു. അവളും പുറകെ ഇറങ്ങുന്നു. ബസ് വിട്ട് പോയിക്കോളാൻ അവൾ പറയുന്നുണ്ട്. അവർ പരിചയക്കാരായിരിക്കുമെന്ന് കരുതി ബസ്സിലുള്ളവർ കൂടുതൽ കയറി ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും കൂടി ബലം പ്രയോഗിച്ച് സ്റ്റോപ്പിൽ വെച്ച് തന്നെ അവൻ്റെ ബാഗ് തുറക്കുന്നു. പക്ഷെ അതിലൊരു പൂച്ചക്കുട്ടിയാണ് ഉണ്ടായിരുന്നത്. തുറന്ന സമയത്ത് പുറത്തേക്ക് ചാടി പോവുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചിട്ട് അവൻ അതിനെ പിടിക്കാനായി പുറകെ ഓടുന്നു. അവരും അതിനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കുറെ തിരഞ്ഞ ശേഷം ലിഷി അതിനെ കണ്ടുപിടിച്ച് അവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ഇതേപോലെ തന്നെയുള്ള ഇവൻ്റെ ബാഗ് കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു. അതാണോ എന്ന് സംശയം തോന്നിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്, ക്ഷമിക്കണം എന്ന് രണ്ടുപേരും കൂടി പറയുന്നു. അപ്പോഴേക്കും ദൂരെ ബസ് പൊട്ടിത്തെറിക്കുന്നത് അവർ അവിടെ നിന്ന് കാണുന്നു. ഹെയിൻ ലിഷയെയും വിളിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. പൊട്ടിത്തെറി നടക്കുന്ന കണ്ടെങ്കിലും എവിടെയാണ് സംഭവിച്ചതെന്നൊന്നും ആ പയ്യൻ അറിയില്ലായിരുന്നു. മുന്നോട്ട് നടന്ന ഹെയിനും ലിഷിയും 3 ലൂപ്പ് അവന് വേണ്ടി വേസ്റ്റ് ആക്കിയതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഒരു പൂച്ചയെ കൊണ്ടുപോകുന്നതിനാണോ അവൻ ബാഗ് ഇത്ര ബിൽഡപ്പ് ഇട്ട് പിടിച്ചത് എന്നൊക്കെ ഹെയിൻ പരാതി പറഞ്ഞപ്പോൾ പെറ്റ്സിനെ ബസ്സിൽ അലോഡ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കണം അവൻ ഇത്ര കെയർഫുൾ ആയിരുന്നത് എന്ന് ലിഷി പറയുന്നു. അപ്പോൾ അവനും ലൂപ്പിലേക്ക് വന്നു കാണുമെന്ന് സംശയം അവർക്ക് തോന്നിയത്. നിന്നെ ഞാൻ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കിയതിനു ശേഷമാണല്ലോ നീ ലൂപ്പിലേക്ക് വന്നത്, അതേപോലെ അവനും ചിലപ്പോൾ വന്നു കാണുമോ എന്ന് അവൾ വളരെ എക്സൈറ്റഡ് ആയി ചോദിക്കുന്നു. അവൻ വന്നതിൽ ഇത്ര സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് അവൻ ചെറിയ അസൂയോട് ചോദിക്കുന്നു. ഒരാൾ കൂടിയുള്ളത് കുറച്ചുകൂടി നല്ലതല്ലേ, മാത്രമല്ല അവൻ നിന്റെ അത്രയ്ക്ക് വീക്കല്ല, നല്ല ആരോഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്, അസുഖമുണ്ട് എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ എന്നൊക്കെ അവൾ പറയുന്നു. അവൾ അവനെ അങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഹെയിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ പറയുന്നത് കൂടുതൽ മൈൻഡ് ചെയ്യാതെ അവൻ മുന്നോട്ട് നടക്കുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ചു നിർത്തുന്നു. ഇനി അഥവാ അവൻ ലൂപ്പിലെത്തിയെങ്കിൽ അടുത്ത തവണ ഉണരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് നമ്മളെപ്പോലെ വെപ്രാളപ്പെട്ട് ലൂപ്പ് വേസ്റ്റാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ കൂടുതൽ നല്ലത് എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അവൻ ഇപ്പോൾ എവിടെയാണെന്ന് കരുതിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇനി അവനെ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ പറയുന്നതൊക്കെ അവൻ വിശ്വസിക്കണമെന്നുണ്ട്. അതുമാത്രമല്ല അവൻ ബസ്സിനുള്ളിലേക്ക് കയറിയതുമില്ല, അതുകൊണ്ട് ലൂപ്പിൽ വന്നു കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഹെയിൻ അവളെ നിരുത്സാഹപ്പെടുത്തുന്നു. അവൻ ഇനി ലൂപ്പിലേക്ക് കയറിയില്ലെങ്കിലും പ്രശ്നമില്ല, എന്തായാലും ഈ ലൂപ്പ് അവസാനിക്കുമ്പോൾ അവരിതൊക്കെ മറന്നു പോകും, അതുകൊണ്ട് അവനോട് പറയുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൾ വീണ്ടും പറയുന്നു. അപ്പോഴും കുറെ കാരണങ്ങൾ പറഞ്ഞ് അവൻ എതിർക്കുന്നു. പൂച്ചയുമായി പോയ പയ്യൻ അതിനെ ഒരു റെസ്ക്യൂ സെന്ററിൽ എത്തിക്കുന്നു. തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പൂച്ചകളെ അവൻ ഇങ്ങനെ പതിവായി അവിടെ എത്തിച്ചു കൊടുക്കാറുള്ളത് കൊണ്ട് അവർക്ക് അവൻ നല്ല പരിചയമുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്താണ് ടിവിയിൽ ന്യൂസിൽ സ്ഫോടനത്തെക്കുറിച്ചുള്ള വാർത്ത അവൻ കണ്ടത്. അവൻ സഞ്ചരിക്കുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നറിഞ്ഞ് അവൻ ശരിക്കും ഷോക്കാകുന്നു. ഹെയിൻ ഈ സമയം ആളെ കൊണ്ട് മുമ്പ് ഒരു ലൂപ്പിൽ അവൻ പോരുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ ഇന്റർനെറ്റ് നല്ല സ്പീഡുണ്ട്, മാത്രമല്ല അധികം തിരക്കുമില്ല എന്ന് പറഞ്ഞാണ് അവിടേക്ക് കൊണ്ടുപോയത്. ഓരോ ലൂപ്പിലും നമുക്ക് സംഭവിക്കുന്ന മുറിവുകളും കാര്യങ്ങളും ഒന്നും അടുത്ത ലൂപ്പിൽ ഉണരുമ്പോൾ ഉണ്ടാകാറില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യവും. അതുകൊണ്ട് ഡയറ്റ് ഒന്നും നോക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം എത്ര വേണമെങ്കിലും ഇപ്പോൾ കഴിക്കാം, മാത്രമല്ല ഇപ്പോൾ ചിലവാക്കുന്ന ക്യാഷും അടുത്ത ലൂപ്പിൽ തന്നെ തിരികെ എത്തും എന്നവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വണ്ണം വെക്കൊന്നും പേടിച്ച് അത്രയും കാലം കഴിക്കാൻ പഠിച്ചിരുന്ന കുറേ ഫുഡ് അവൾ ഓർഡർ ചെയ്യുന്നുണ്ട്. പൂച്ചയുമായി വന്ന പയ്യൻ ഈ സമയം അപകടം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത് എന്നറിഞ്ഞ് അവൻ ഷോക്കായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.